നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ഒരു ടോപ്പിക്കായാലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ടോപ്പിക്കാണ് പൊണ്ണത്തടി എന്നുള്ളത്, അതോ ഒബീസിറ്റി കേട്ടോ. നമുക്ക് ഈ ഒബീസിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഒരു നല്ലൊരു ടൂളാണ് നമ്മുടെ ഡയറ്റീഷ്യൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതെന്തായാലും നമുക്കെടുക്കും. ഇപ്പോൾ നമ്മുടെ NCDയിൽ അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയ DM അഥവാ ഡയബറ്റിക് മെലിറ്റസും പിന്നെ ഹൈപ്പർ ടെൻഷനും പിന്നെ കൊളസ്ട്രോളൊക്കെ ഉണ്ട്, പിന്നെ കാർഡിയാക് ഡിസോർഡേഴ്സും, അങ്ങനെ നീണ്ടു പോവുകയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി ഇച്ചിരി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഈ ഡിസീസസിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ രോഗങ്ങൾ വരുന്നത് പോട്ടെന്ന് വയ്ക്കാം, പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഡയറ്റ് അഥവാ നമുക്കൊരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ജീവിതശൈലി ഉണ്ടെങ്കിൽ തന്നെ അത് പകുതി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. കാരണം BMI എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റും അതുപോലെ നമുക്ക് നമ്മുടെ പൊക്കത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റാണോ നമുക്കുള്ളതെന്ന് അറിയാനായിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ് BMI എന്ന് പറയുന്നത്, അഥവാ ബോഡി മാസ് ഇൻഡെക്സ്. അങ്ങനെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, ചിലർ BMI ആയിട്ട് കേട്ടിട്ടുണ്ടാവും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആയിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ചിലവർ അത് നമ്മുടെ പൊക്കത്തെ വണ്ണത്തിനനുസരിച്ചായിരിക്കും, എല്ലാവർക്കും ഒരു വാല്യൂ ആയിരിക്കില്ല. നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇൻഡിവിജ്വലി എല്ലാ ഡിഫറൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും പല ഇതായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂവിൽ 18.5 എന്നൊരു വാല്യൂ ആണെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റാണ്. വെയിറ്റ് വെക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് വെപ്പിക്കണം എന്നുള്ളൊരു സിഗ്നലായിട്ടാണ് തരുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയാവുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ 24 മുകളിലുള്ളവർ, 24, 25 ആ ഒരു റേഞ്ചിലുള്ളവർ. മെയിനായിട്ട് പറയുന്നത് 25 മുതൽ 29.5 വരെയാണ്. ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നതാണ് നമുക്ക് അമിത ഭാരമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും പൊണ്ണത്തടിയല്ല, അമിത ഭാരമായിട്ട് വരാൻ പറ്റുള്ളൂ. 30 മുകളിലാണെങ്കിൽ നമ്മളതിനെ പൊണ്ണത്തടിയായിട്ട് കൺസിഡർ ചെയ്യും, അഥവാ ഒബീസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് ഇച്ചിരി നല്ലതായിട്ടുള്ള, ചിലവർക്ക് ഡയറ്റ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഡയറ്റ് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഞാനും ഒരു ഡയറ്റിലാണ്. ആഫ്റ്റർ ഡെലിവറി നമുക്കുണ്ടായ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടും പറ്റാത്തവർക്കും അങ്ങനെയുള്ള ഡയറ്റ് നമുക്ക് സ്വയം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ചെയ്യുന്നത്. ചോറ് ടോട്ടലി ഒഴിവാക്കുക, ബാക്കി കിട്ടുന്ന എന്ത് സാധനം കഴിച്ചെങ്കിലും നമുക്ക് എനർജി തരുന്ന സാധനങ്ങൾ മാത്രമേ കഴിക്കാവുള്ളൂ. ഫാറ്റ് തരുന്ന ഒരു സാധനവും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഹെൽത്ത് പ്ലാനും സ്വയം തയ്യാറാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഡയറ്റ് പ്ലാനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറയാനുള്ളത്, ഈ നമ്മൾ വിചാരിക്കും കുട്ടികളിലും ഈ ഓവർ വെയ്റ്റ് അഥവാ അമിതഭാരം വരാത്തതാണെന്ന്. പക്ഷേ അല്ല, കുട്ടികളിലും ഈ പറയണ പോലെ റേഞ്ചൊക്കെ ഉണ്ട്. കാരണം 14 വയസ്സ് മുതൽ 18 വയസ്സ് നമ്മുടെ അഡൽട്ടിൻ്റെ ഏജിനോട് കിടപിടിക്കുന്ന ഒരു ഏജാണല്ലോ 18. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചാണ് പറയുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വെച്ചിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ 18 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഏകദേശം ഒരു 23 പോയിൻറ്റ് സംതിങ് ആണ് പറയുന്നത്. അതിന് മുകളിൽ അവർക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ അവർ ഓവർ വെയ്റ്റാണ്. നമുക്ക് ഭാവിയിൽ ഒബീസിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള പ്രഷർ, ഷുഗർ, അത് കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാം. പിന്നെ ഇത് നമ്മുടെ ഈ പൊണ്ണത്തടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ, പൊണ്ണത്തടി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, ഒബീസിറ്റി അല്ലെങ്കിൽ അമിതഭാരം എന്ന് പറയുന്നത് തന്നെ ഗ്ലോബലി ഒരു പാൻഡമിക് ആയിട്ടാണ് പോകുന്നത്. മോഡേൺ പാൻഡമിക് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഒബീസിറ്റിയാണ്. കാരണം നമ്മളുടെ ഇൻഡിവിജ്വൽ വൈസ് ആണ് ഇതിന്. നമ്മുടെ രാജ്യമെന്നോ ഇന്ന വ്യക്തിയെന്നോ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗ്ലോബലി ട്രാൻസ്ഫർ ആയി പോകുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് പിന്നെ കാണാം. ബൈ.